ഇപ്പോൾ പൂക്കോട് വെറ്ററിനറി കോളേജിലേക്കുള്ള കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. കോളേജിന് മുന്നിൽ പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുകയാണ്. പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞിരിക്കുന്നു. ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം. പക്ഷേ അത് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. മുദ്രാവാക്യം വിളികളുമായി കോൺഗ്രസ് പ്രവർത്തകർ അവിടെ വലിയ പ്രതിഷേധം നടത്തുകയാണ്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അടക്കമുള്ളവരെ കാണാം. കോൺഗ്രസും വിദ്യാർത്ഥി യുവജന സംഘടനകളും എല്ലാം ചേർന്നുള്ള പ്രതിഷേധമാണ് സർവകലാശാലയ്ക്ക് മുന്നിൽ ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നു. സർവകലാശാലയിലേക്കുള്ള മാർച്ചാണ് പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. പ്രവർത്തകരും നേതാക്കന്മാരും മുദ്രാവാക്യം വിളിച്ച് റോഡിൽ കുത്തിയിരിക്കുകയാണ്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നേരത്തെ പോലീസ് തടഞ്ഞിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിലുള്ള കയ്യാങ്കളിയും ഉണ്ടായി. ഇപ്പോഴും അവിടെ പ്രതിഷേധ മാർച്ച് തുടരുകയാണ്. പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുന്നു. സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കർശനമായ നിയമ നടപടിക്ക് വിധേയമാക്കണം എന്നതുൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. യുവജന വിദ്യാർത്ഥി സംഘടനകളും അതിന്റെ ഭാഗമായിരിക്കുന്നു. ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ നേരിടുകയാണ്. പല പ്രവർത്തകരും കെട്ടിടത്തിന് മുകളിലൊക്കെ കയറി സർവകലാശാല വളപ്പിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് പോകുന്നു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ KSUവിന്റെയും നേതൃത്വത്തിലുള്ള മാർച്ച് അല്പസമയം മുൻപാണ് കോളേജിന്റെ മുൻവശത്തേക്ക് എത്തിയത്. ഇവിടെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് മാർച്ച് തടഞ്ഞിരുന്നു. നിലവിൽ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു കയ്യാങ്കളിയാണ് കാണുന്നത്. പ്രധാനമായും സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണം, കോളേജ് അധികൃതർക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ മാർച്ച്. ബാരിക്കേഡ് മറികടന്നുകൊണ്ട് കോളേജ് ക്യാമ്പസിനകത്തേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെയാണ് നിലവിൽ പോലീസ് തടഞ്ഞത്. ഈ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളും നമുക്ക് നിലവിൽ ദൃശ്യങ്ങളിൽ കാണാം. വലിയ തരത്തിലുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് സംഘടിച്ചെത്തുകയും ഈ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പോലീസ് ആ രീതിയിൽ അതിനെ നേരിടുന്നതിനായുള്ള സജ്ജീകരണവും പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ആ സജ്ജീകരണങ്ങൾ മതിയാവാത്ത തരത്തിലുള്ള വലിയ ആൾക്കൂട്ടം, വലിയ കോൺഗ്രസ് പ്രവർത്തകരുടെ സന്നാഹം ഈ പൂക്കോട് വെറ്ററിനറി കോളേജ് പരിസരത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. ഇന്നലെ മുതൽ ഈ ഒരു സംഭവം മാധ്യമ ശ്രദ്ധയിലേക്ക്, മാധ്യമങ്ങൾ ഇത് പൊതുജന മധ്യത്തിലേക്ക് ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത് മുതൽ കൃത്യമായ ഇടപെടൽ KSUവിൻ്റെയും ABVPയുടെയും തുടങ്ങിയ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. KSUവിൻ്റെ റിലേ സത്യാഗ്രഹ സമരം കോളേജിന് മുൻവശത്ത് പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ഇന്നലെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു, BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ ഈ വിഷയത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകണം, കുറ്റക്കാരായ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം എന്നതടക്കമുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ KSUവിൻ്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടി അരങ്ങേറുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു കെട്ടിടത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പോലീസിനെ മറികടന്ന് ക്യാമ്പസിനകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങി എറിയുന്ന അലോഷ്യസ് സേവ്യറിനെ നമുക്ക് കാണാം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് നിലവിൽ കോൺഗ്രസും KSUവും തയ്യാറാകുന്നത്. അതിനെ പോലീസ് പ്രതിരോധിക്കുന്നുമുണ്ട്. ഈ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് സമീപത്തുള്ള കെട്ടിടത്തിന് മുകളിലൂടെ കയറിയാണ് ഈ KSU പ്രവർത്തകർ നിലവിൽ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നത്. പോലീസ് പക്ഷേ പ്രവർത്തകരെ തടയുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അലയടിക്കുന്ന കാഴ്ചയാണ് വെറ്ററിനറി കോളേജിന്റെ മുൻവശത്തു നിന്ന് കാണാനായി സാധിക്കുന്നത്. പ്രധാനമായും KSU അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ SFI പ്രവർത്തകരാണ്
പ്രവർത്തകരാണ് ഈ പ്രതിപട്ടികയിൽ മുഴുവനുമുള്ളത്. ഈ SFI യൂണിയൻ ഭാരവാഹികളാണുള്ളത്. ഇവരെ സംരക്ഷിക്കാനുള്ള നടപടികൾ CPIM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇതിനൊരറുതി വരുത്തുക, കൃത്യമായി എല്ലാ പ്രതികളിലേക്കും അന്വേഷണം എത്തുക, ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ സഹായങ്ങൾ ഈ പ്രതികൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാവുക, കൃത്യമായ അന്വേഷണം നടത്തുക. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSUവിന്റെ ഭാഗത്തുനിന്ന് ഈ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുന്നത്. നിലവിൽ വലിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളി പോലീസും പ്രവർത്തകരും തമ്മിൽ ഈ വെറ്റിനറി കോളേജ് ക്യാമ്പസിന്റെ മുൻവശത്തുണ്ടാകുന്നുണ്ട്. പോലീസ് കായികമായി തന്നെ പ്രവർത്തകരെ നേരിടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ളവരാണ് ഈ ഒരു പ്രതിഷേധ മാർച്ചിന്റെ മുൻനിരയിലുള്ളത്. T. സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ മാർച്ചും ഈ ഒരു കോളേജിന്റെ മുൻവശത്തേക്ക് എത്തിയിരുന്നു. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ പ്രവർത്തകരെ തടഞ്ഞു. പിന്നാലെയാണ് ഈ ബാരിക്കേഡ് മറികടന്ന് ഉള്ളിലേക്ക് കയറാൻ പ്രവർത്തകർ ശ്രമിച്ചത്. തുടർന്ന് സംഘർഷമുണ്ടാവുകയായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ നിലവിൽ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നമുക്ക് ഈ വെറ്റിനറി കോളേജ് ക്യാമ്പസിന്റെ മുൻവശത്ത് കാണാനായി സാധിക്കുന്നത്. നേരത്തെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നതാണ്. CPM നേതാക്കളടക്കം ഈ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നു, CPM-ന്റെ കൽപ്പറ്റയിലെ ഓഫീസിൽ പ്രതികൾക്ക് ഒളിത്താവളം ഒരുക്കി തുടങ്ങിയ ആരോപണങ്ങൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചിരുന്നു. ഈ ആരോപണങ്ങളിലെല്ലാം ഒരു അന്വേഷണം നടക്കണം എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസും ഒപ്പം തന്നെ KSUവും ഉന്നയിക്കുന്നത്. ആ രീതിയിലുള്ള വലിയ പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഏതായാലും ആ പ്രതിഷേധ പരിപാടികൾ നിലവിൽ വെറ്റിനറി കോളേജിന്റെ മുൻവശത്ത് അരങ്ങേറുകയാണ്. വേണു, അഭിജിത്ത്, ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. വലിയ പങ്കാളിത്തമുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? മതിയായ പോലീസ് ഇല്ല എന്നതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ പ്രതിഷേധം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയാണോ കാണുന്നത്? തീർച്ചയായും വേണു, ഈ പ്രവർത്തകർ ഏതാണ്ട് 100 കണക്കിന് പ്രവർത്തകർ കോളേജിന് മുൻവശത്തേക്ക് തടിച്ചുകൂടിയിട്ടുണ്ട്. അതിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്, KSU പ്രവർത്തകരുണ്ട്. ഈ പ്രവർത്തകരെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ പോലീസ് സന്നാഹം ഇവിടെ നിലവിൽ ഒരുക്കിയിട്ടില്ല. ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തകരെ തടയാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് ഇതിന് സമീപത്തുള്ള സെക്യൂരിറ്റി കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തുകൂടി ഈ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമമാണ് KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നിലവിലുണ്ടാകുന്നത്. ഏതായാലും ഒരു ഉന്തും തള്ളും സംഘടനം, യുദ്ധസമാനമായ അന്തരീക്ഷം തന്നെയാണ് വെറ്റിനറി കോളേജിന്റെ മുൻവശത്ത് നിലവിൽ കാണാനായി സാധിക്കുന്നത്. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട്, ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്, സംഘടനം ഉണ്ടാകുന്നുണ്ട്. വലിയ ഒരു പ്രതിഷേധത്തിന്റെ വ്യത്യസ്തമായ രൂപങ്ങളിലേക്ക് KSU കടക്കുകയാണ്. ഇന്നലെ സത്യഗ്രഹ സമരവുമായി KSU റിലേ സത്യഗ്രഹ സമരം KSUവിന്റെ നിലവിൽ ഈ കോളേജ് ക്യാമ്പസിന് മുൻവശത്ത് തുടരുന്നുണ്ട്. ഇന്നലെ അടക്കം സെക്രട്ടേറിയറ്റിലേക്ക് KSU മാർച്ച് നടത്തിയതാണ്. ആ മാർച്ച് സംഘർഷഭരിതമാകുന്ന കാഴ്ച നാം കണ്ടതാണ്. ഇന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിനകത്തേക്ക് നടത്തിയ മാർച്ചാണ് നിലവിൽ സംഘർഷത്തിൽ കലാശിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഈ ഒരു കെട്ടിടത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതിഷേധിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. വേണു ചോദിച്ചതുപോലെ തന്നെ കേവലം ബാരിക്കേഡുകൾ മാത്രം വെച്ചാണ് പോലീസ് ഇവരെ തടഞ്ഞിട്ടുള്ളത്. കണ്ണീർ വാതകം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിലവിൽ ഇവരെ നേരിടുന്നതിനാവശ്യമായി പോലീസ് ഒരുക്കിയിട്ടില്ല. അതിനാൽ തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ KSUവിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. വേണു, അഭിജിത്ത്, DCC നേതൃത്വവും വളരെ സജീവമായി തന്നെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയാണോ, അതോ വിദ്യാർത്ഥികളാണോ മുൻനിരയിൽ നിന്ന് പ്രതിഷേധിക്കുന്നത്? വേണു, DCCയുടെ നേതൃത്വത്തിലുള്ള മാർച്ച് ഇന്നലെ പ്രഖ്യാപിച്ചതാണ്. DCC പ്രസിഡന്റ് ഒപ്പം തന്നെ MLA T. സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ ഈ മാർച്ചിന്റെ മുൻവശത്ത് മുന്നണിയിലുണ്ടായിരുന്നു. പ്രതിഷേധങ്ങൾക്ക്, ഈ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് KSU ആണ്, KSU പ്രവർത്തകരാണ്, KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ്. KSUവിന്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ KSUവിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ മുൻനിരയിലുണ്ട്. നിലവിൽ ഈ പ്രതിഷേധം ഈ സെക്യൂരിറ്റി ബിൽഡിംഗ് മറികടന്നുകൊണ്ട് ക്യാമ്പസിന് അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മതിയായ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിന് ആവശ്യമായ പോലീസ് സന്നാഹം ഇവിടെയില്ല. അതിനാൽ തന്നെ പോലീസിനെ മറികടന്നുകൊണ്ട് ഈ ക്യാമ്പസിനകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് KSUവിന്റെ ഭാഗത്തു നിന്ന് നിലവിലുണ്ടാകുന്നത്.
ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നിരവധിയാണ്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്കുള്ള കോൺഗ്രസ് KSU മാർച്ചിൽ സംഘർഷം, ശക്തമായ പ്രതിഷേധവുമായി അവിടെ പ്രവർത്തകർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ വാർത്തയുടെ അടക്കം വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.